الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അല്ലാഹുവേ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഈ മാസത്തിൽ നീ ഞങ്ങൾക്കൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ പല പല പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സന്തോഷകരമായ ജീവിതം. മാതാപിതാക്കൾ തമ്മിൽ ചിലപ്പോൾ അകൽച്ചയുള്ളവരോടാകും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ കുടുംബ ബന്ധങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുടുംബങ്ങൾ തമ്മിൽ നമുക്ക് യോജിക്കേണ്ടതുണ്ട്. തമ്മിൽ സ്നേഹങ്ങൾ വർദ്ധിക്കണം. ഹലാലായ സ്നേഹങ്ങൾ, ഹറാമായ സ്നേഹങ്ങളല്ല, ഹലാലായ സ്നേഹങ്ങൾ വർദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പരസ്പര സ്നേഹമുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമുക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി നമുക്ക് മഹാന്മാര് പരിചയപ്പെടുത്തി തന്ന കുറെ ദിക്റുകൾ ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക്. മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർ കുറച്ച് ദിക്റുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ അദ്കാറുകൾ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏതൊരു വ്യക്തിയാണോ നമ്മൾ സ്നേഹിക്കേണ്ടതുള്ളത് ആ വ്യക്തി നമ്മളോട് മുഹബ്ബത്ത് ഉണ്ടാകുന്നതാണ്. ഈ ഹലാലായ സ്നേഹങ്ങളാണ്. മാതാപിതാക്കൾ, മക്കൾ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ. അല്ലാതെ ദുരുപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല പറയുന്നത്. ഹലാലായ സ്നേഹങ്ങൾ നമുക്ക് വർദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ സ്നേഹങ്ങൾ വർദ്ധിപ്പിക്കണേ പടച്ചവരെ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. കുടുംബത്തിലുള്ളവർ തമ്മിൽ അകന്നിരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനാണ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാൻ പോകുന്നത്. പരസ്പര സ്നേഹങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുക. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന കുറച്ച് ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറിയ ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇതിനെ നിങ്ങൾ ഉപയോഗിക്കാവൂ. അത്തരത്തിൽ വീര്യം കൂടിയ ഒരു ദിക്റാണ്. നാം ഖുർആൻ കൊണ്ട് ആത്മീയ അമലുകൾ നടത്തുമ്പോൾ നല്ലതിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മൾ ആത്മീയ അമലുകൾ നടത്തുമ്പോൾ അതെല്ലാം നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അല്ലാതെ വേറെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വിപരീതമായിരിക്കും നമുക്ക് ഫലം കാണുക. മോശപ്പെട്ട രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വിപരീതമാണ് അതിന് ഫലം കാണുക. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ ഇടയിലെല്ലാം സ്നേഹങ്ങളും അദബുകളും മര്യാദകളും നീ നിലനിർത്തണേ അല്ലാഹ്. നമ്മുടെ ഇടയിൽ ചിലർ മനുഷ്യരെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടും മനസ്സുകളെ പരസ്പരം വാക്കുകൾ കൊണ്ട് സങ്കടപ്പെടുത്തിയും ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടും ജീവിക്കുന്നവരോട് എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ പരസ്പരം പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്? പരസ്പരം വിശ്വാസത്തോടും സ്നേഹത്തോടും അതുപോടും മര്യാദയോടും ഈ ഭൂമിയിൽ ജീവിക്കാനാണ് അല്ലാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതല്ലേ മഹാനായ ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞു കൊടുത്തത്? ജനങ്ങളുടെ ശത്രുതയും ഭിന്നതയും കണ്ടപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ വചനം ഓർത്തുപോയി. നിങ്ങളുടെ മനസ്സിൽ ശത്രുത ഉണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ശത്രുതയും വൈരാഗ്യവും മുഴുവനും അത് പിശാചിന്റേതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് പിശാചിന്റേതാണ്. അത് പിശാചിന്റേതാണ്. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന പണികൾ ചെയ്യുന്നത് പിശാചാണ്. അതുകൊണ്ട് ശത്രുത പരത്തുന്ന പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിശാചിന്റെ ശർറിൽ അല്ലാഹുവിനോട് നമ്മൾ കാവലിച്ചുകൊണ്ട് ചോദിക്കണം, പടച്ചവനെ പിശാചിന്റെ ശർറുകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ശത്രുത വരുമ്പോഴാണ് സ്നേഹം എന്നത് ഇല്ലാതാകുന്നത്. നമുക്കറിയാം, ഉമ്മയെ മകൻ കൊല്ലുന്നു, അല്ലെങ്കിൽ വാപ്പയെ മകൻ കൊല്ലുന്നു. എവിടെയെല്ലാം സ്നേഹമെന്ന മഹാസാഗരം നമ്മൾ മറന്നിട്ട് ശത്രുത കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഇതെല്ലാം നഷ്ടങ്ങളും നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിന്റെ കുതന്ത്രങ്ങൾ വീണു പോകാതെ സ്നേഹമെന്ന വികാരം ആരും ഇല്ലാതാക്കി കളയരുത്. നമ്മൾ മോശപ്പെട്ട രീതിയിലുള്ള സ്നേഹം ഒരിക്കലും ആകരുത്. നാം ഇവിടെ പറഞ്ഞു വന്ന സ്നേഹം നമ്മുടെ ഹലാലായ രീതിയിൽ കൂടിയുള്ള സ്നേഹത്തെ പറ്റിയാണ്. ഉദാഹരണത്തിന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, അതുപോലെ
കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള സ്നേഹം, കുടുംബക്കാരോടുള്ള സ്നേഹം, ഈ സ്നേഹത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ സ്നേഹമാണ് പിശാച് എന്ന ശത്രുത ഇല്ലാതാക്കാൻ നോക്കുന്നത്. അതിനെ നാം നമ്മുടെ ശരീരങ്ങളെ പിശാചിന് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പറഞ്ഞു വരുന്നത്, ആരെയും ആ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. വാക്കുകളും പ്രവർത്തനങ്ങളും കൊണ്ട് ഫിത്നയും ഫസാദും നിങ്ങൾ ഉണ്ടാക്കരുത്. ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് തീർക്കാനോ ഒരു ഭിന്നിപ്പുണ്ടായാൽ അത് തീർക്കാൻ പറ്റാതെ കഴിയുന്ന എത്രയോ പേരുടെ സഹോദരങ്ങളെ. അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ വരുന്ന നഷ്ടങ്ങൾ എത്രയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കരുത്, ശത്രുത വെക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പരസ്പര സ്നേഹങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നമ്മളെ അതിയായി സ്നേഹിക്കാനുള്ള ഒരു ദിക്റിനെ പറ്റിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ. ഇത് ആരും ദുരുപയോഗം ചെയ്യരുത്. ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആ ദിക്ർ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ നിയത്ത് വെക്കുക. നമ്മെ ഇഷ്ടപ്പെടേണ്ട സ്നേഹിക്കേണ്ട വ്യക്തിയെ മനസ്സിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്. നമ്മൾ സ്നേഹിക്കേണ്ട വ്യക്തിയെ നമ്മൾ സ്നേഹിക്കേണ്ട വ്യക്തി എന്നെ സ്നേഹിക്കണമെന്ന് നിയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ചെറിയൊരു ദിക്ർ നിങ്ങൾ ചൊല്ലുക. ആ ദിക്ർ ഏതാണ് മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നീ വലിതുസ്ന അലാ ഐനി. وألقيت عليك محبة مني ولتصنع على عيني. وألقيت عليك محبة مني ولتصنع على عيني. നമുക്ക് ചൊല്ലാൻ പറ്റുന്ന സമയത്തൊക്കെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമായിരിക്കണം. അതുപോലെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു മഹത്തായ ഒരു ദിക്റിനെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. യാ വദൂദ് യാ അല്ലാഹ്, 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 യാ വദൂദ് യാ അല്ലാഹ് എന്ന ഈ മഹത്തായ ദിക്ർ കൂടെ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നിങ്ങൾ ആരെയാണോ, നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, ഭർത്താക്കന്മാരും തമ്മിൽ സ്നേഹങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ആരാണോ ിരിക്കുന്നവരെ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളുടെ നീ സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാഹ്, പിശാചിന്റെ ശത്രുക്കളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ് എന്നിങ്ങനെ പരസ്പരം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ, പരസ്പരം ഈ സ്നേഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ തരണേ അല്ലാഹ്, പിശാചിന്റെ കുതന്ത്രങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഹത്തായ ഇസ്മ ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ഏതൊരു വിഷമം വന്നാലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അത് ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ പോലും അതിശയിച്ചു പോകും. ഇത്രത്തോളം സ്നേഹം നമ്മുടെ അടുത്തുണ്ടായിരുന്നോ, ഇത്രത്തോളം സ്നേഹം നമ്മുടെ അടുത്തുണ്ടായിരുന്നോ എന്ന് ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ നമ്മളെ വല്ലാതെ ആ രീതിയിൽ വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ വ്യക്തിക്ക് ഇത്രത്തോളം സ്നേഹം നമ്മുടെ അടുത്തുണ്ടായിരുന്നോ എന്ന് നമ്മൾ ഒരുപാട് ചിന്തിച്ചു പോകുന്നതാണ് ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിത് പറയാനുണ്ടായ കാരണം, ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് വിവാഹ ബന്ധങ്ങളൊക്കെ പരസ്പര സ്നേഹമില്ലാതെ എത്രയോ വിവാഹ ബന്ധങ്ങൾ തകർന്നു കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ ഭർത്താക്കന്മാരിൽ അല്ലാഹു സ്നേഹങ്ങൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ, സന്തോഷങ്ങൾ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ, ക്ഷമയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഖൈറുകൾ അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും എല്ലാം ആയുസ്സിലും എല്ലാം അല്ലാഹു ധാരാളം വർദ്ധനവ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഈ മഹത്തായ ഇസ്മ
ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് അവരെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ ചൊല്ലുക. ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ അല്ലാഹു ഈ സ്നേഹങ്ങളെ പടച്ചവൻ നമ്മുടെ ഇടയിലെല്ലാം അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന സർവ്വ ശർറുകൾക്കും സർവ്വ പ്രശ്നങ്ങൾക്കും സർവ്വ ഫിത്നകൾക്കും എല്ലാത്തിനും കാരണം പിശാചാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും കാവൽ ചോദിക്കണം. മാത്രമല്ല പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസമാണ് ഇപ്പോൾ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു ബാരിക് ലനാ ഫീ ശഅബാന വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങൾക്ക് ദാനമായി ആ റമളാനിൽ ഞങ്ങൾക്ക് നീ ആ റമളാനിൽ ഞങ്ങൾക്ക് ദാനമായി നൽകണേ അല്ലാഹ്. ആ റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാനും പുണ്യകർമ്മങ്ങൾ ചെയ്യാനും എല്ലാം നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തന്നത് പരസ്പര സ്നേഹത്തോടെ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചവരെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا رب ارحمنا كما ربونا صغارا. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. وفقنا للصيام والقيام وتلاوة القرآن وسائر الأعمال الصالحات يا رب العالمين. പടച്ചവനെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ സ്നേഹങ്ങൾ ധാരാളം നൽകണേ അല്ലാഹ്. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എത്രയോ പരിവർത്തകന്മാർ പടച്ചവനെ ഒരു പിണക്കത്തിലാണ്. അവരുടെ നീ സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. പിശാചിൽ നിന്ന് നീ അവരെ കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ സദസ്സിലുള്ളവർ അല്ലാഹു അവർക്കെല്ലാം നീ സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കെല്ലാം നീ സർവ്വ സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഖാലിഖായ റബ്ബേ കാരുണ്യവാനായ റബ്ബേ ഞങ്ങൾ പല രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും ഭവനങ്ങളില്ലാത്തവരാണ്. ഞങ്ങൾക്ക് നീ ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ അവരുടെ ഭവനങ്ങളിൽ പഠിച്ചവരെ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹീങ്ങളായ ഞങ്ങൾ അവരിലേക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വരുന്നവരവരുടെ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ എത്രയോ പേര് മക്കളില്ലാത്തവരുടെ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്. ഞങ്ങൾ ആരെയും കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. റബ്ബേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരോട് റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരോട് അല്ലാഹുവേ നീ സാലിഹീങ്ങളായ മക്കൾ അവർ നൽകണേ അല്ലാഹ്. എത്രയോ പ്രവാസി സുഹൃത്തുക്കൾ നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. കാരുണ്യവാനായ പടച്ചവനെ അവർക്കെല്ലാം നീ ബർക്കത്തുകളും സന്തോഷവും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ നാട്ടിൽ വരാൻ കഴിയാത്ത എത്രയോ പ്രവാസികളുണ്ട് റബ്ബേ. അവരെ യാത്രകളെല്ലാം സന്തോഷകരമാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്ത എത്രയോ പ്രവാസികളുണ്ട് റബ്ബേ. നീ ജോലി നൽകണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളുടെ മജ്‌ലിസുകളിലുള്ള ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ റഹ്മാനായ റബ്ബേ കാരുണ്യവാനായ അല്ലാഹ്. അവർ പല പല മുറാദുകൾ ഹാസിലാക്കാനുള്ളവരാണ് റബ്ബേ. അവരുടെ ഞങ്ങളുടെ എല്ലാം ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി റബ്ബേ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിന്റെ അടുക്കലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തുന്നത് ആവശ്യങ്ങൾ പൂർത്തിയാക്കണേ അല്ലാഹ്.
റബ്ബേ ഞങ്ങളുടെ സഹോദരത്തിന് പലരും കച്ചവടക്കാരാണ്, അവരെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. തന്ന ശരീരങ്ങളിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവരെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. സർവ്വ ആപത്തുകളും ഞങ്ങളിൽ നിന്ന് നീ തട്ടിക്കളയണേ പടച്ചവനെ. അല്ലാഹുവേ ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് ഞങ്ങളെ മക്കൾ അവർ പലരും രോഗികളാണ്. അവിടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവരെ പഠനത്തിൽ നീയും അല്ലാഹുവേ അവരെ പഠനത്തിൽ നീ മികവ് നൽകണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. പഠിച്ചതൊക്കെ ഓർമ്മയിരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടെ പരീക്ഷകൾ കടന്നു വരികയാണ് പടച്ചവരെ. നല്ല ഓർമ്മശക്തി നീ അവർക്ക് നൽകണേ അല്ലാഹ്. ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ ഞങ്ങളെ മക്കളെല്ലാം സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ലാഹുവേ വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്നവരും പടച്ചവരെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാം ഉപയോഗമുള്ള മക്കളാക്കി മാറ്റണേ അല്ലാഹ്. അവരെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ കണ്ണിന് കുളിർമയാക്കണേ പടച്ചവരെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും എല്ലാം നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ സദസ്സിലുള്ളവർ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും സർവ്വ മുസീബത്തിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, കഷ്ടപ്പാട്, ദുരിതത്തിൽ നിന്ന്, വേദനയിൽ നിന്നെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധ ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم بارك لنا في شعبان وبلغنا رمضان. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.